ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നന്ദി പറയുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 തീമോഥെയോസ് 1:12 എന്നെ വിശ്വസ്തനായി എണ്ണി ശുശ്രൂഷയിലാക്കിയതുകൊണ്ട് എന്നെ ശക്തനാക്കിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ സ്തുതിക്കുന്നു. എല്ലാത്തിലും നന്ദി പറയുക എന്ന് പഠിപ്പിച്ച അപ്പോസ്തലനായ പൗലോസ് അതൊരു മാതൃകയാക്കി ജീവിച്ചു. പ്രശ്നങ്ങളുടെയും പോരാട്ടങ്ങളുടെയും നടുവിലും അദ്ദേഹം നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. റോമിൽ തടവിലാക്കപ്പെട്ടപ്പോഴും അദ്ദേഹം കർത്താവിനെ സ്തുതിച്ചു. സ്തുതി എപ്പോഴും അവന്റെ അധരങ്ങളിൽ ഉണ്ടായിരുന്നതിനാൽ ആർക്കും അവന്റെ സന്തോഷം കവർന്നെടുക്കാൻ കഴിഞ്ഞില്ല. തടവറയിൽ നിന്ന് എഴുതുമ്പോൾ അദ്ദേഹം പറഞ്ഞു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. വീണ്ടും ഞാൻ പറയും, സന്തോഷിപ്പീൻ. ഫിലിപ്പിയർ 4:4 ഇത് കാണപ്പെടുന്നു. ദൈവത്തെ സ്തുതിക്കുന്ന ഒരാൾക്ക് മാത്രമേ എല്ലായ്പ്പോഴും സന്തോഷവാനായിരിക്കാൻ കഴിയൂ. ദൈവം തനിക്ക് നൽകിയ കാര്യങ്ങളെക്കുറിച്ച്, പാപമോചനം, രക്ഷ, നിത്യജീവൻ, ദിവ്യ സന്തോഷം, സമാധാനം, പൗലോസ് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് മൗനമായിരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഉദ്ഘോഷിച്ചു, നിങ്ങൾക്ക് ലഭിച്ച അതിമഹത്തായ ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണുവാൻ വാഞ്ചിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് 2 കൊരിന്ത്യർ 9:15 കാണപ്പെടുന്നു. രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു. താൻ വിശ്വസ്തനാണെന്ന് എണ്ണപ്പെട്ടു. ശുശ്രൂഷ തന്നെ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വിശ്വാസി ആയിരിക്കുന്നത് അനന്തമായ നന്ദി അർഹിക്കുന്നുവെങ്കിൽ ശുശ്രൂഷ ഫലമേൽപ്പിക്കപ്പെടുന്നത് എത്രയധികം. ഈ സത്യത്തിൽ പൗലോസ് അത്ഭുതപ്പെട്ടു. തനിക്ക് ബലഹീനതകൾ ഉണ്ടായിരുന്നപ്പോഴും ദൈവം എപ്പോഴും വിശ്വസ്തൻ, അവനെ വിശ്വസ്തനായി കണക്കാക്കി വിളിച്ചു. ആ തിരിച്ചറിവ് അവന്റെ ഹൃദയത്തെ നന്ദിയാൽ നിറച്ചു. ബൈബിൾ നമ്മെ എബ്രായർ 5:4 ഇപ്രകാരം ഓർപ്പിക്കുന്നു, ആരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ മറ്റാരും ഈ ബഹുമതി സ്വയം ഏറ്റെടുക്കുന്നില്ല. ദൈവത്തെ സേവിക്കുന്നത് അസാധാരണവും വിശുദ്ധവുമായ ഒരു വിളിയാണ്. D.L. മോൾഡിയെ പരിഗണിക്കുക. കുട്ടികളെ സൺഡേ സ്കൂളിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ് അദ്ദേഹം ആരംഭിച്ചത്. ദൈവം അദ്ദേഹത്തിന്റെ വിശ്വസ്തതയെ മാനിക്കുകയും ശക്തനായ ഒരു സുവിശേഷകനായി അദ്ദേഹത്തെ വളർത്തുകയും ചെയ്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നിങ്ങളുടെ കൈകളിൽ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭക്തിയോടെ സേവിക്കുക, ആത്മാർത്ഥതയോടെ സേവിക്കുക, വിശ്വസ്തയോടെ സേവിക്കുക. നിങ്ങളുടെ ജീവിതം കൃതജ്ഞതയാലും ഭക്തിയാലും അടയാളപ്പെടുത്തപ്പെടട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ നന്ദി നിറയട്ടെ. കാരണം അവൻ നിങ്ങളെ തന്നെ സേവിക്കാൻ യോഗ്യരായി കണക്കാക്കിയിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം വെളിപ്പാട് പുസ്തകം 22:4 അവന്റെ ദാസന്മാർ അവനെ സേവിക്കും, അവർ അവന്റെ മുഖം കാണും, അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഉണ്ടായിരിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 രാജാക്കന്മാർ 24-25 വൈകുന്നേരം യോഹന്നാൻ 5 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.